ക്രിസ്തുവിന്റെ കാലങ്ങൾ ചെല്ലുന്ന വിശുദ്ധരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ആർത്തിക്കുന്നു. ആകയാൽ ക്രിസ്തുവിനോടുകൂടെ കലവരുത്തവും അവർ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സഭയിലെ സന്യാസ സഭാ സ്ഥാപനങ്ങളുടെ സ്ഥാപകരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വിശുദ്ധ എന്ന പ്രസിദ്ധി വിശുദ്ധയിലായിക്കൊണ്ട് തന്റെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ബാഹ്യ മോണികളിൽ നിന്നെല്ലാം നടന്ന് ആന്തരികമായിട്ടുള്ള സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഗുരുവിനെ മാത്രം ധ്യാനിച്ച് ആ ഗുരുവിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് സ്വർഗീയ ജീവൻ ഒരുക്കിയ ഒരു യുവതിയായിട്ടുള്ള വ്യക്തി ആയിരുന്നു ആണ് വിശുദ്ധ ലേലിയയുടെ ദിവസം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ഭാരതീയരെ അധികം അറിയില്ല. അത് പൊതുവെ സാധാരണമാണ്. എന്തെങ്കിലും വിശുദ്ധരുടെ നാമധേയത്തിലുള്ള സന്യാസത്തിന് അവരെ പ്രത്യേകമായിട്ടാണ്. എന്നാൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധ തന്നെ ദൈവസ്നേഹിക്കുന്ന നാമധേയമായിട്ടുള്ള
വിശുദ്ധ അഭിനന്ദവും ആഗ്രഹിക്കുന്നത് എന്നും ദൈവത്തിൽ ആനന്ദിക്കുക, ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക, കഴിവുള്ളവർക്ക് ജീവിക്കുക, ജീവിതം ദൈവമായിരിക്കും. ഈ ചിന്തകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവനന്തപുരത്തിനായി ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെ കുറിച്ചും നമുക്ക് ബോധ്യമുള്ളവരാകാം, പശ്ചാത്തലിക്കാം, ദൈവത്തോട് കൃപയും കാരുണ്യവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും പ്രവർത്തിക്കാനും രക്ഷയാലും ഞാൻ മലയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ സർവശക്തനായ ദൈവമേ, നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാൻ